ങ്ങളുണ്ട്. ചില ആളുകള് ഇന്ന് പള്ളികളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഖുർആൻ ഉണ്ടെങ്കിൽ അത് പഴക്കം ചെല്ലുമ്പോൾ അതിന്റെ താളുകൾ ഇളകി പോകുമ്പോ അല്ലെങ്കിൽ ചിതലരിക്കുമ്പോ അത് മാറ്റിക്കളയുന്നവരുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല നാം അതിന് ചെയ്യേണ്ടത്. അതിന്റെ ന്യൂനതകളെല്ലാം മാറ്റി അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിന് നാം ആക്കി അത് നമ്മുടെ ഭവനങ്ങളിലും അല്ലെങ്കിൽ മസ്ജിദുകളിലുമാണ് അത് വെക്കേണ്ടത്. അല്ലാതെ ചെറിയ ചെറിയ ന്യൂനതകൾ വരുമ്പോൾ അത് നേരെ കൊണ്ടുപോയി മാറ്റിക്കളയുകയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അത് കഴിവിന്റെ പരമാവധി അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് അതുപോലത്തെ രീതിയിൽ അത് കഴിവിന്റെ പരമാവധി അത് നാം ഉപയോഗിക്കാൻ തന്നെ ശ്രമിക്കണം. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, ന്യൂനതകളാണ് സംഭവിച്ചതെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ന്യൂനതകൾ മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഖുർആനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ മുൻഗാമികൾ എന്താണ് ഇത് തന്നിട്ട് പോയതിന്റെ അവരുടെ മനസ്സിൽ നിയത്ത് എന്താണ്? ഈ ഖുർആനെ ഹദിയ ചെയ്ത് ഈ ഇതിന്റെ പേരിൽ ഇത് ആരൊക്കെ ഓതുന്നവോ അതിന്റെ എല്ലാം പ്രതിഫലം എന്റെ ഖബറിലേക്ക് ലഭിക്കുമല്ല എന്ന അതിയായ ആഗ്രഹത്താലല്ലേ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ മുൻഗാമികളെ നമുക്ക് ആ ഖുർആൻ തന്നിട്ട് പോയത്. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ ന്യൂനതകൾ സംഭവിക്കുമ്പോൾ അതിനെ മാറ്റിക്കളയുകയാണോ ചെയ്യേണ്ടതല്ല. അത് കഴിവിന്റെ പരമാവധി അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിന്റെ ന്യൂനതകൾ മാറ്റിക്കളഞ്ഞുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി തീരെ മോശമായി പോയി, അക്ഷരങ്ങൾ പോലും അതിന്റെ ലഫ്ളുകൾ പോലും വായിക്കാൻ പറ്റാത്ത, ഖുർആൻ അല്ലാത്ത രീതിയിൽ അതിന്റെ അക്ഷരങ്ങളെല്ലാം മാറിപ്പോയി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അത് നമുക്ക് കളയാം. കാരണം മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ അകത്ത് തന്നെ ഒരു ഹദീസ് ഉണ്ട്. അവസാന കാലമാകുമ്പോൾ എന്താണ്? വിശുദ്ധമായ ഖുർആൻ അതിന്റെ ഹർഫുകളെല്ലാം ഒരു പഞ്ഞി പറന്നു പോകുന്ന പോലെ പ്രപഞ്ചത്തിലൂടെ അലിഞ്ഞതെല്ലാം പോകുമെന്ന്. പിന്നീട് ഖുർആൻ തുറന്നു നോക്കുമ്പോൾ എന്താണ്? ഹർഫുകളൊന്നും കാണൂല, വെറും വെള്ള പേപ്പറുകൾ മാത്രം. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പൊ എന്താണ്? പിന്നെ അതിന് ഖുർആൻ എന്ന് പറയുന്ന ഒരു മൂല്യമില്ലല്ലോ. അപ്പൊ നമുക്കത് അല്ലാത്ത രീതിയിലൊക്കെ കളയാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാലും നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ എന്ന് പറയുന്നത് നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ എന്നത്. അത് കഴിവിന്റെ പരമാവധി ചെറുതായിട്ടും ചെതലരിച്ചോ അതിന്റെ ന്യൂനതകൾ മാറ്റിയത് നമുക്കത് എത്ര ഭാഗങ്ങൾ അത് വിട്ടുപോയിട്ടുണ്ട് അതിന്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ പൂർത്തിയാക്കി അത് നല്ല രീതിയിൽ നമ്മൾക്ക് അതൊക്കെ ശരിയാക്കാൻ പറ്റുന്ന സംവിധാനത്തിലൂടെ നമ്മൾ ശരിയാക്കി അത് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ചെറിയ ചെറിയ ന്യൂനതകൾ പറ്റിയതിന്റെ പേര് അതിനെ നമ്മൾ മാറ്റിക്കളയുകയല്ല ചെയ്യേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.